നീറ്റ് പരീക്ഷാ ക്രമക്കേട് വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് വടകര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാജ്ഞ ധർണ സംഘടിപ്പിച്ചു. ധർണാ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. നീറ്റ് പരീക്ഷ നീറ്റാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യൂത്ത് കോൺഗ്രസ് വടകര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തിയത്. ധർണാ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി നിജിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആർ ഷഹീൻ മുഖ്യപ്രഭാഷണം നടത്തി. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാധ്യനായ ശ്രീ രാഹുൽ ഗാന്ധി ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് ശേഷം അവിടെ വെച്ച് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. എന്താണ് ആ പ്രഖ്യാപനം? ഈ സമരത്തിന് അദ്ദേഹം ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ശബ്ദമായ ഛാത്രോं की गूंज എന്നൊരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിന് നേതൃത്വം കൊടുത്തത് നമ്മളാണ്, പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഈ സമരം വലിയ രീതിയിൽ യുവാക്കൾക്കിടയിലേക്ക് കൊണ്ടുവന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ ആ രാജി ആവശ്യപ്പെട്ടിട്ടുള്ള സംഘടന ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ആണ്. സമാനമായ രീതിയിൽ രാഹുൽ ഗാന്ധി ഈ സമരം ഏറ്റെടുക്കുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ചോദ്യ പേപ്പറിന്റെ ചോർച്ച ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ നിന്നാണ്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അങ്ങനെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പരീക്ഷകളുടെ കോട്ട എന്നറിയപ്പെടുന്ന രാജസ്ഥാനിൽ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ മഹാസംഗമം സംഘടിപ്പിക്കുകയുണ്ടായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി. ആ മഹാസംഗമത്തിൽ കേവലമാത്രമായ ഒരു പ്രസംഗം നടത്തിക്കൊണ്ടല്ല രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കടന്നുപോയിട്ടുള്ളത്. വളരെ അക്കമിട്ടതായ രീതിയിൽ ഈ നാട്ടിൽ നടന്നിട്ടുള്ള മുഴുവൻ ചോദ്യ പേപ്പർ ചോർച്ചകളെ കുറിച്ചും അടിവരയിട്ടുകൊണ്ട് തെളിവ് സഹിതം ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ സമരത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, ആ മഹാസംഗമത്തിൽ സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി എങ്ങനെയാണ് ഈ ചോദ്യ പേപ്പറുകൾ ചോരുന്നത് എന്നതിനെ കുറിച്ച് അടിവരയിട്ട് പറയുന്ന ഒരു പരിപാടിയും ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ള സംഘടന ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പ്രിയപ്പെട്ടവരെ, ഈ സമരം ധർമ്മസമരം ഞാൻ നിങ്ങളോട് പറയുന്നു, മറ്റെല്ലാ വിഷയങ്ങളും നമ്മൾ മാറ്റിവെച്ച് ചിന്തിക്കുകയാണെങ്കിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ നമ്മുടെയൊക്കെ രോഗം ചികിത്സിക്കേണ്ട ഡോക്ടർമാർ, നമ്മൾക്ക് വേണ്ടി ഹോമിയോപ്പതിയും ആയുർവേദത്തിലും അലോപ്പതിയിലും ഇരുന്ന് നമ്മളെയൊക്കെ ചികിത്സിക്കേണ്ട ഡോക്ടർമാർ അവർ വെൽ ക്വാളിഫൈഡ് ആയിരിക്കണമെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഇതുപോലെ മാർക്ക് തട്ടിപ്പിലൂടെയും ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയിലൂടെയും ഈ നാട്ടിലെ വിദ്യാർത്ഥികളെ ഇതുപോലുള്ള ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാക്കി മാറ്റുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ സമൂഹത്തെ വലിയ രീതിയിൽ ബാധിക്കുവാൻ വേണ്ടി പോകുന്ന ഒരു മാരകമായ ക്യാൻസറാണ്. ഇത് നുള്ളേണ്ട ഉത്തരവാദിത്വം ഈ നാട്ടിലെ ഓരോ പൗരനുമുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ജന്തർ മന്ദറിലെ സമരത്തിലും ഛാത്രോं की गूंज എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തിലും ഇന്ന് ഈ സമൂഹത്തിൽ എന്തു പ്രസക്തിയുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ബബിൻ രാജ്, മുഹമ്മദ് മിറാഷ്, സജിത് മാരാർ, അഭിനന്ദ്, ജെ മാധവ്, ദിൽരാജ് പനോളി, കാർത്തിക് ചോറോട്, ജുനൈദ് കാർത്തികപ്പള്ളി, VK അനന്തു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.